ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഒരു കൊച്ചുള്ളി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സവാളയൊന്നും കൂടുതൽ ഉപയോഗിക്കാതെ കൊച്ചുള്ളി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അധികം മസാലയൊന്നും ഇടാതെ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസോ വലിയ പീസോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയ പീസാണെങ്കിൽ നമ്മുടെ കൊച്ചുള്ളി ചിക്കൻ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന മുളക് പൊടിയാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലൊക്കെ എല്ലായിടത്തും എത്തക്ക വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ അത്രയും സമയം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു അടുപ്പത്തോട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടുന്ന തേങ്ങാക്കൊത്താണ്. ഞാൻ ഒരു പിടി തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാകുമ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാനൊരു 300 ഗ്രാമോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂട്ടിയാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടത്തക്ക വണ്ണം നമുക്ക് ഒന്നുകൂടി ഒരു 1/2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് എല്ലാ മസാലയൊക്കെ എല്ലാ വശത്തും എത്തക്കവണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ വേണമെങ്കിൽ സവാള വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷേ കൊച്ചുള്ളി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പകുതി കൊച്ചുള്ളിയും പകുതി സവാള അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കാക്കി ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു മൂടി കൊണ്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുവാണ്. ഒരു 10 മിനിറ്റ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഓൾമോസ്റ്റ് ഒന്ന് കുക്കാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റത്തക്ക വണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി നമുക്ക് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു, ഉള്ളിയിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് പിന്നെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് അത് 1 ടീസ്പൂണാണ്, വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ ചാറൊക്കെ എല്ലായിടത്തും എത്തക്കവണ്ണം നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിത് അധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അത് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് എരിവ് ഞാൻ ചേർക്കുന്നില്ല. കുറച്ചുകൂടെയൊക്കെ എരിവൊക്കെ കുരുമുളകൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നല്ല ടേസ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്.
ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയില എന്തായാലും ചേർക്കണം. പുതിനയില ചേർക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കന് കിട്ടുന്നത്. അപ്പം മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മല്ലിയിലയും പുതിനയിലയും ചേർത്തതിന് ശേഷം ഞാൻ 1 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിലോട്ട് ഫൈനലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എരിവൊക്കെ കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ പച്ചമുളക് കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പച്ചമുളകൊക്കെ ചേർത്താൽ ഒന്നുകൂടി സ്പൈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണിത്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും, പൊറോട്ടയുടെ കൂടെയും, ചപ്പാത്തിയുടെ കൂടെയും, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായമൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.